ഇസ്രായേലും ഇറാനുമായുള്ള പ്രശ്നങ്ങൾ കടുക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അമേരിക്ക കൂടി കടന്നതിന് ശേഷം ഈ ഒരു പ്രശ്നം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഇതിൽ ഇന്ത്യക്ക് എങ്ങനെയാണ് ഇടപെടാനാവുക? നമുക്കൊന്ന് പരിശോധിക്കാം. ഫോഡോ, നദാൻസ്, എസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേൽ ഇറാൻ സംഘർഷം അടുത്തിടെ രൂക്ഷമായതിനെ തുടർന്ന് സമാധാനപരമായ ഒരു പരിഹാരം തേടുന്നതിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രതയും മുൻകൈയും എടുക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധൻ പ്രഫുൽ ബക്ഷി എടുത്തു പറഞ്ഞു. ഇറാനും ഇസ്രായേലും ഇന്ത്യയുമായി സൗഹൃദ ബന്ധം നിലനിർത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നിലവാരവും ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായുള്ള വ്യക്തിപരവും ആയുള്ള ബന്ധവും കണക്കിലെടുക്കുമ്പോൾ സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ മധ്യസ്ഥത വഹിക്കാനും സഹായിക്കാനും ഇന്ത്യക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്നും ബക്ഷി കൂട്ടിച്ചേർത്തു. US ആക്രമണങ്ങൾ ഇറാനുമായി ഒരു പുതിയ തരത്തിലുള്ള ഗൗരവത്തെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് ബക്ഷി അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ സമീപനത്തെ ഒരു വേട്ടക്കാരനോടാണ് ബക്ഷി ഉപമിച്ചത്. ഇറാൻ US ആവശ്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാനമായ നടപടികൾ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൃപ്തികരമായ ഒരു സമാധാന കരാറിന് ടെഹ്റാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇറാൻ സമീപകാല പ്രക്ഷുബ്ധതയേക്കാൾ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് നിലവിലെ പ്രതിസന്ധിയുടെ ഗൗരവം എടുത്തു കാണിക്കുന്ന ഒരു വിഷയമാണ്. വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതുപോലെ തന്നെ ഇന്ത്യയുടെ സമീപനം സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെയും സംഭാഷണത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് സംയമനം പാലിക്കാനും നയതന്ത്രത്തിലേക്ക് മടങ്ങാനും പ്രേരിപ്പിക്കുക എന്നതാണ്. തന്ത്രപരമായ പങ്കാളിത്തം കാരണം ഇന്ത്യ ഇരുപക്ഷത്തിൻ്റെയും അന്താരാഷ്ട്ര വിമർശനങ്ങളിൽ പങ്കുചേരുന്നതിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ്. പകരം സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഇസ്രായേൽ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയാണ്. അതേസമയം ഇറാൻ ഊർജ്ജ സുരക്ഷയ്ക്കും പ്രാദേശിക കണക്ടിവിറ്റിക്കും നിർണായകമാണ്, പ്രത്യേകിച്ച് ചബഹാർ തുറമുഖം പോലെയുള്ള പദ്ധതികളിലൂടെ. മിഡിൽ ഈസ്റ്റിന്റെ ഇന്ത്യയുമായുള്ള സാമീപ്യവും തന്ത്രപരമായ പ്രാധാന്യവും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഗണ്യമായ സാമ്പത്തിക പ്രവാസി ബന്ധങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ സന്തുലിത നടപടി പ്രത്യേകിച്ചും വെല്ലുവിളി നിറഞ്ഞതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം പോലെയുള്ള മറ്റ് ആഗോള പ്രതിസന്ധികളോടുള്ള ഇന്ത്യയുടെ സമീപനത്തെ ഇന്ത്യയുടെ നിലപാട് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അവിടെ പക്ഷം ചേരുന്നതിനേക്കാൾ നയതന്ത്ര ഇടപെടലിനാണ് മുൻഗണന നൽകുന്നത്. ഇറാനുമായും ഇസ്രായേലുമായും നയതന്ത്ര മൂലധനവും സൗഹൃദ ബന്ധങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സംഭാഷണം സുഗമമാക്കുന്നതിലും പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിലും ഇന്ത്യക്ക് ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ബക്ഷിയും മറ്റ് വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെട്ടു. ഇത് പ്രാദേശിക സ്ഥിരതയെ സഹായിക്കുക മാത്രമല്ല, ദീർഘകാല സംഘർഷത്തിൽ നിന്നുള്ള വിശാലമായ അസ്ഥിരതയ്ക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ഇന്ത്യയുടെ സ്വന്തം സാമ്പത്തിക തന്ത്രപരമായ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നതാണ്. നിലവിലെ പ്രതിസന്ധി ഇന്ത്യ ജാഗ്രത പാലിക്കാനും നയതന്ത്ര ശ്രമങ്ങളിൽ സജീവമായി ഏർപ്പെടാനുമുള്ള ആഹ്വാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് ഇരുപക്ഷത്തിനെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മധ്യസ്ഥനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകം കാണുന്നു എന്നതാണ്.